ശിവരാജ് ഗോകുൽ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ പറയുന്ന ഒരു വാക്കുണ്ട്. അത് എനിക്ക് ഇവിടെ പറയാൻ കഴിയുന്ന വാക്കാണോ പാർലമെന്ററി ആണോ എന്ന് എനിക്കറിയില്ല. തന്ത വൈബ് എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മാവനായി മുകളിൽ ഇരുന്നുകൊണ്ട് താഴേക്ക് നോക്കി കുട്ടികളെ നോക്കിക്കൊണ്ട് കുട്ടികൾ എന്ന് കളിയാക്കുന്ന ആ കോംപ്ലക്സിനെയാണ് കുട്ടികൾ അമ്മാവൻ വൈബ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ഈ അമ്മാവൻ വൈബാണ് മോഡിയുടെ പ്രശ്നം. മോഡി രാഹുലിനെ നോക്കി ബാലബുദ്ധി എന്ന് വിളിക്കാൻ കാരണം ശ്രീ ജോൺ ബ്രിട്ടാസ് ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യനാണ്. നമ്മളൊക്കെ കണ്ടു പഠിക്കുന്ന ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹത്തിനോട് ഒരുപാട് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തോട് പറയാൻ അങ്ങ് സ്പീക്കർ പദവിയെ കുറിച്ചിട്ടും അതിന്റെ മഹത്വത്തെ കുറിച്ചും അങ്ങ് എനിക്ക് ക്ലാസ് എടുത്തു. ആ ക്ലാസ് മുഴുവൻ ഞാൻ കേട്ടു. അങ്ങേ ഞാൻ തിരിച്ചൊരു പേര് ഓർമ്മിപ്പിക്കുകയാണ്. ആ പേര് സോമനാഥ ചാറ്റർജി എന്നാണ്. അദ്ദേഹം സ്പീക്കർ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് എന്തായിരുന്നു നിങ്ങൾ അദ്ദേഹത്തോട് എടുത്ത നിലപാടെന്നും അദ്ദേഹത്തെ എന്തുകൊണ്ട് പുറത്താക്കേണ്ടി വരുമെന്നും അങ്ങ് ഓർക്കുന്നത് നല്ലതാണ്. അദ്ദേഹത്തെ പുറത്താക്കുന്ന സമയത്ത് നിങ്ങളുടെ ബംഗാളിലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ വാചകം ഇതാണ്: ചാറ്റർജി മേ ഹാവ് ആക്ടഡ് അക്കോർഡിംഗ് ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ദ പാർട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സുപ്രീം ഇൻ കേസ് ഓഫ് പാർട്ടി മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങ് സ്പീക്കർ പദവിയെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് അങ്ങയുടെ പാർട്ടി എന്താണ് സ്പീക്കർ വിഷയത്തിൽ എടുത്തിരുന്ന നിലപാടെന്ന് അങ്ങ് ഓർക്കുന്നത് നല്ലതാണ്. രണ്ട് തന്ത വൈബ് എന്ന് പറഞ്ഞു അല്ലെ, എന്നാണ് അമ്മാവൻ പറഞ്ഞു. എന്താണ് അല്ല ഞാൻ പറഞ്ഞോട്ടെ, കംപ്ലീറ്റ് ആയിക്കോട്ടെ. അപ്പോ അതൊന്ന്. രണ്ട്, രാഹുൽ ഗാന്ധിക്ക് വേറൊരു പേരുണ്ട് എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചതാരായിരുന്നു? നമ്മളൊക്കെ തന്നെ ഈ ഫ്ലോറിൽ തന്നെ ചർച്ച ചെയ്തതാണല്ലോ ഹാഷ്മി. തന്ത വൈബ് അമ്മാവൻ വൈബൊക്കെ അങ്ങോട്ട് ഇരുന്നോട്ടെ, പിന്നെ കുഴപ്പമില്ല. പിന്നെ ശ്രീ സയ്യാർ നീലകണ്ഠൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് അടുത്ത തലമുറ വരുന്നെങ്കിലും ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ശ്രീ സയ്യാർ നീലകണ്ഠൻ, രാഹുൽ ഗാന്ധിയെക്കാളും 2 വയസ്സ് കുറവുള്ള യോഗി ആദിത്യനാഥിനെ പോലുള്ള നേതാക്കൾ ഞങ്ങളുണ്ട്, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ശ്രീ സയ്യാർ നീലകണ്ഠൻ പോലുള്ള സാധനങ്ങൾക്ക് ഉണ്ടോ? പിന്നെ ശ്രീ ജോൺ ബ്രിട്ടാസും അതെ, ശ്രീ സയ്യാർ നീലകണ്ഠനും അതെ, ആഷ്മി അതെ പറയുന്നുണ്ട്. TDP ഉണ്ട് അല്ലെ, എന്താണ് പിന്നെ വേറെ ആരുണ്ട്, അങ്ങനെ ഒടിഞ്ഞ 2 കാലൊക്കെ അദ്ദേഹം നിന്റെ കാര്യം പോക്കത്തിലും പറഞ്ഞു എന്താണ് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതെയൊക്കെ ഭരിക്കേണ്ടുന്ന ഗതികേടിലാണെന്ന്. ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ഈ CPM-ന് കേരളത്തിലെങ്കിലും സ്വന്തം നിലയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടോ? രഹസ്യ നമ്മൾ 4 പേരല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയരുത്. ഇല്ലല്ലോ. പക്ഷെ CPM കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജയിച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ തിരിച്ചുവരവ്, ഗംഭീര തിരിച്ചുവരവെന്നാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും സ്വന്തം നിലയ്ക്ക് അധികാരം നേടാൻ 71 സീറ്റ് കേവല ഭൂരിപക്ഷം നേടി അധികാരം നേടാനുള്ള ത്രാണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല.